നീർമാതളം എന്ന വൃക്ഷം കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ്? മാധവിക്കുട്ടി. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? തണ്ണീർത്തടങ്ങൾ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? പാകിസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഗംഗ. തൂതപ്പുഴ പശ്ചാത്തലമാക്കി ഒ.വി. വിജയൻ രചിച്ച കൃതി ഏത്? ഗുരുസാഗരം. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് കുക്ക്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്? നൈട്രസ് ഓക്സൈഡ്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഹീബ്രു ഔദ്യോഗിക ഭാഷയായി ഉള്ള രാജ്യം ഏത്? ഇസ്രായേൽ. തീവ്രവാദത്തിൽ നിന്നും ആത്മീയതയിലേക്ക് തിരിഞ്ഞ സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? അരബിന്ദ് ഘോഷ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ്? CMS കോളേജ്, കോട്ടയം. കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജ. ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് ആര്? ചാവറ കുര്യാക്കോസ് അച്ഛൻ. പത്രപ്രവർത്തനം സംബന്ധിച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച ആധികാരിക ഗ്രന്ഥം ഏത്? വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ.